ഇന്ന് നമ്മൾ വാണിയമ്പലം ടു കൊച്ചുവേളി ഒരു യാത്ര പോയാലോ? വരും. ഞങ്ങൾ കുടുംബസമേതം ഇന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. രാത്രി 9:40 വാണിയമ്പലത്ത് നിന്ന് രാജ്യറാണി എക്സ്പ്രസ് പുറപ്പെട്ട് രാവിലെ 6 മണിക്ക് തിരുവനന്തപുരം കൊച്ചുവേളിയിൽ എത്തുന്നു. റെയിൽവേയുടെ 30 രൂപ ടിക്കറ്റിൽ ഫ്രഷ് റൂം എടുത്ത് എല്ലാവരും കുളിച്ച് റെഡിയായി. തിരുവനന്തപുരത്തുള്ള പ്രിയ സുഹൃത്ത് ഗിരീശേട്ടൻ പറഞ്ഞയച്ച ട്രാവലർ ഞങ്ങളെയും കാത്തു നിൽപ്പുണ്ട്. ആകാശ്. ഈ പകൽ ഞങ്ങളെയും കൊണ്ട് ആകാശ് തിരുവനന്തപുരത്തെ എല്ലാ സ്ഥലങ്ങളും കാണിക്കാമെന്ന ഉറപ്പിന്മേൽ ഞങ്ങൾ യാത്ര തുടരുകയാണ്. ആദ്യം ഞങ്ങൾ പോകുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ കണ്ട കുളവും അതിലെ മീനും ഒപ്പം പോന്നിട്ടുള്ള കുട്ടികളെ ഏറെ ആകർഷമാക്കി. മണിക്കൂറുകൾ ചിലവഴിച്ച് എല്ലാവരും ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ 3-4 പേർ വർഷങ്ങൾ പഴക്കമുള്ള ഭരണകാലത്തെ ക്ഷേത്രമുറ്റവും ക്ഷേത്രം പണിതിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ട് ഒന്ന് ചുറ്റാൻ തീരുമാനിക്കുകയുണ്ടായി. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡല്ല. ഈ സമയം പുറത്ത് നല്ല റീൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ പിടുത്തത്തിലാണ് കുട്ടികൾ. അവര് ഒരേ പ്രായത്തിലെ ആളുകളായതുകൊണ്ട് എല്ലാ കളികളും ചിരികളും സന്തോഷം നൽകുന്നത് ഏറെയാണ്. ഈ സമയം ക്ഷേത്രം കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. മനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. എത്രയും കണ്ടാൽ മടുക്കാത്ത അത്രയും പുരാതന കാലത്തെ ക്ഷേത്ര നിർമ്മിതി അത്ഭുതപ്പെടുത്തുന്നതാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ ശ്രമിക്കണം. നോക്കണ്ട, റീൽസ് പിടുത്തത്തിനാണ്. സീന് ഇനിയും മാറും. ഇവരെല്ലാം ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ക്യാമറ എൻ്റെ കയ്യിലല്ലേ, പണി തരുന്നുണ്ട് അവറാച്ചാ. ഇനി നമ്മൾ പോകുന്നത് ഓപ്പൺ പാർക്കിലേക്കാണ്. മ്യൂസിയത്തിന് തൊട്ടടുത്തുള്ള നാച്ചുറൽ ഹിസ്റ്ററി ഫിഷ്, അതിൻ്റെ 30 രൂപ ടിക്കറ്റിൽ കയറാവുന്നതാണ്. തൊട്ടടുത്ത് ഓപ്പൺ പാർക്കിൽ കുട്ടികൾ കളി തുടങ്ങുന്നുണ്ട്. ഈ നേരം പുറത്തെ കാഴ്ചകൾ പകർത്താൻ വേണ്ടി ഞാൻ ഇറങ്ങി. പാർക്കിൽ അതിരാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നുമില്ല. ഇനി പോകുന്നത് സൂയിലേക്കാണ്. മൃഗശാല ഒന്ന് കാണണം.
തിരുവനന്തപുരത്തെ മൃഗശാലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏക്കർ കണക്കിന് സ്ഥലം നമുക്ക് കേരളത്തിനുണ്ട്. മൈസൂരിനെ പോലെ തന്നെ അതിവിശാലമായിട്ടുള്ള സൂ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. മൃഗങ്ങളെയും അവരെ പരിപാലിക്കുന്ന ആളുകളും ഭക്ഷണവും എല്ലാം വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് മേഖലയ്ക്ക് വലിയൊരു മുതൽക്കൂട്ട് നമ്മുടെ കേരളം സമ്മാനിക്കും. അടുത്ത് വന്നിട്ടുള്ള വാർത്തകൾ അതുപോലെ എല്ലാം നമുക്ക് പരാതികളും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ആംബിയർ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. വിശാലമായിട്ടുള്ള സ്ഥലങ്ങൾ, തണൽ, അവർക്ക് സ്വൈര ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള സ്പേസ് എല്ലാം സൂവിൽ ഉള്ളതായി എനിക്ക് തോന്നി. കാഴ്ചകൾ അങ്ങനെ അങ്ങനെ കടന്നു പോവുകയാണ്. മൃഗശാലയിൽ ഉരകങ്ങൾ അത്ഭുതപ്പെടുത്തി. ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് വലിയ വലിയ പാമ്പുകളെ കണ്ട് സത്യം പറഞ്ഞ ഞെട്ടിപ്പോവും. കുറവാണെങ്കിലും അനാക്കോണ്ടകളും മൂർഖൻ, പെരുമ്പാമ്പ്, ചേര, വെള്ളത്തിലെ പാമ്പുകൾ, കരയിലെ പാമ്പുകൾ, മണലിലെ പാമ്പുകൾ, അങ്ങനെ 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 പോകുന്നു.
പോകുന്നത് പൂവാറിലേക്കാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൂടെയുള്ള ചെറിയ കനാലിലൂടെ 7 പേര് മാത്രമടങ്ങുന്ന യാത്ര പോവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൂവാറിലേക്കുള്ള യാത്രയിലാണ്. ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഐശുവിനോടൊക്കെ ചോദിച്ചപ്പോൾ റെഡിയാ. അങ്ങനെ എല്ലാവരും കൂടി 7 പേരടങ്ങുന്ന 3 ബോട്ട്, 21 ആളുകൾ 3 ബോട്ടിലൂടെ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. സേഫ്റ്റി ജാക്കറ്റും എല്ലാം ധരിച്ചുകൊണ്ട് പതിയെ പതിയെ ചെറിയ കനാലുകൾ താണ്ടി ഇനി വലിയ കായലിലേക്ക് നമ്മൾ എത്തിപ്പെടും. പക്ഷേ ഈ പോക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. നമ്മൾ പോകുന്ന ബോട്ടിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരങ്ങൾ, അതുപോലെ അപ്പുറ സൈഡിൽ നിന്ന് വരുന്ന ബോട്ടുകൾ എല്ലാം ഒരു അനുഭവം ആയിട്ട് എനിക്ക് മാറി. ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഇതിൻ്റെ ഇടയിലൂടെ ബോട്ടിംഗ് കേന്ദ്രത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പ്രൈവറ്റ് ബോട്ടിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. ഇവിടെ എല്ലാം നമ്മൾ ചെല്ലുന്ന സമയത്ത് വലിയ എമൗണ്ട് ആണ് നമ്മോട് പറയുന്നത്. പക്ഷെ അവരോട് പറഞ്ഞിട്ട് ഏറ്റവും ചെറിയ ചാർജിൽ, സീസൺ ഇല്ലാത്ത സമയം ആയതുകൊണ്ട് തന്നെ ആദ്യം ഞങ്ങളോട് 1.5 മണിക്കൂറിന് 2500, പിന്നെ അത് 2000 പിന്നെ അത് 1500 അങ്ങനെ 1500 വെച്ച് 3 ബോട്ടുകളാണ് ഞങ്ങൾ പോയത്. വലിയ എമൗണ്ട് പറഞ്ഞ് പ്രൈവറ്റ് ബോട്ടിംഗ് കേന്ദ്രങ്ങളെല്ലാം ആളുകളെ ചൂഷണം ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ കൂട്ടത്തിൽ. കാരണം വരുന്നവരെല്ലാവരും പണക്കാരാവണമെന്നില്ല, സാധാരണക്കാരാവും. ആ സാധാരണക്കാരെ പരിഗണിക്കാനുള്ള ഒരു മനസ്സ് കൂടി ഈ ബോട്ട് ഉടമകൾ പാലിക്കണമെന്നും, എന്നാൽ അവർക്ക് നഷ്ടപ്പെടാത്ത കുറെ ആളുകൾ ഇതിന്റെ ഭാഗമായി ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഉപജീവനമായിട്ട് തന്നെ ഇത് മുന്നോട്ട് പോകണം. അതും കൂടി ഇതിന്റെ ഒപ്പം പരിഗണിക്കുകയാണ്. തിരിച്ച് പോകുന്ന സമയങ്ങൾ, അതായത് കായലിലോട്ട് എത്തുന്ന സമയങ്ങളിൽ ഇങ്ങോട്ട് തിരിച്ചു പോരുന്ന എല്ലാവരും നമ്മോട് കൈ കാണിക്കും. എല്ലാവരോടും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെ കൈ കാണിച്ച് നമ്മുടെ ഇങ്ങനെ യാത്ര തുടരുകയാണ്. കുറച്ച് വീതിയുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇത് കഴിഞ്ഞ് കായലിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ റിസോർട്ടുകളും വാട്ടർ റിസോർട്ടുകളും കടന്ന് യാത്ര കായലിലേക്ക് എത്തിപ്പെട്ടു. ഇത് വാടക ഞങ്ങൾ വെറുതെ ഒന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ഒരു ദിവസത്തേക്ക് 15,000 രൂപ
എന്നൊക്കെയാണ് പറയുന്നത്. ഈ കാണുന്നത് ഒരു മണ്ഡപമാണ്. നോർത്ത് ഇന്ത്യൻസ് വന്ന് കല്യാണമൊക്കെ ഓപ്പണായിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ നടുവിലൊക്കെ മണ്ഡപം തയ്യാറാക്കി കല്യാണം കഴിക്കുന്ന ഒരു കല്യാണ മണ്ഡപമാണ് ആ കണ്ടത്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന റിസോർട്ടുകൾ ഒട്ടനവധി പൂവാറിലുണ്ട്. അതെല്ലാം താണ്ടി നമ്മൾ അങ്ങനെ പോവുകയാണ്. കായലിലേക്ക് എത്തി കുറച്ച് വലിയ ബോട്ടുകളെ കാണാൻ ഇടയായി. തൊട്ട് മുന്നിൽ കാണുന്നത് നമ്മോടൊപ്പം പോന്നിട്ടുള്ള മറ്റൊരു ബോട്ടാണ്. 3 ബോട്ടുകളായിട്ടാണ് ഞങ്ങൾ പോകുന്നത് നേരത്തെ പറഞ്ഞു. പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇളനീര്, മറ്റു ഭക്ഷ്യ സാധനങ്ങളെല്ലാം വിൽപ്പനക്കുണ്ട്. അങ്ങനെ കടന്നുപോയി ഇപ്പോൾ കടലിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. കായലും കടലൊക്കെ ഒന്നിക്കുന്ന സ്ഥലത്ത് ആനപ്പാറ എന്നാണ് അവരിതിനെ വിളിക്കുന്നത്. ഈ പാറ ഒരു ആനയുടെ രൂപം ഉണ്ടായതുകൊണ്ടാണ് ആനപ്പാറ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബീച്ചുണ്ട്, പക്ഷെ ആ ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റൂല. അതുവരെ ചെന്നിട്ട് ഒരു ബോട്ടിൽ നിന്ന് ഇരുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനേ പറ്റുള്ളൂ. അത് ഇപ്പം മാത്രമാണ് ഇറങ്ങാൻ പറ്റാത്തത്. മഴക്കാലമായതും വെള്ളം ശക്തിപ്പെട്ടതും കാരണമാണ് ഇറങ്ങാൻ പറ്റാത്തത്. അല്ലെങ്കിൽ അവിടെ ആളുകളെ ഇറക്കുന്നുണ്ട്, അവരെ ഫോട്ടോ എടുക്കുന്നുണ്ട്, മറ്റൊരു കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് കോവളം ബീച്ച്, അത് കഴിഞ്ഞ് ലുലു മാളിൽ കുട്ടികളെല്ലാവരും കളിച്ച് എസ്കലേറ്ററിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അവരോട് സന്തോഷം പ്രകടിപ്പിച്ചു. എല്ലാവരും ഹാപ്പി ആയിക്കൊണ്ട് ഒരു ദിവസം പകൽ മാത്രം തിരുവനന്തപുരത്ത് കറങ്ങി ഞങ്ങൾ രാത്രി 9:20 കൊച്ചുവേളിയിൽ തിരിച്ചെത്തി. രാവിലെ 5:20